Okay? For you, Ireland, please. എല്ലാവർക്കും നമസ്കാരം, വളരെ സന്തോഷം. Ready guys? Music. ഒരു മിനിറ്റ്, ഏത് പാട്ടാണ്? എവിടെ റയാൻ? Make some noise for Ryan, everyone! And there we have it! The man behind the lines! യുവതലമുറയുടെ രോമാഞ്ചം. ഓക്കെ, ഞാനൊന്നും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇദ്ദേഹമാണ് Okay. All my Irish Malayalis, make some noise! Guys, there's so many cool celebrities here, and so we need to show them that Ireland is the best country outside of India. Am I right? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയും ആൾക്കാർ വന്നേക്കുമല്ലേ? ട്രിവാൻഡ്രത്തിൽ നിന്നുള്ള എത്ര പേരുണ്ട്? തിരുവനന്തപുരം. ആഹാ, ഓക്കെ. കൊല്ലക്കാരുണ്ടോ? കൊല്ലക്കാര്? ആ, അടിപൊളി. കൊല്ലക്കാര് അവിടെ നിൽക്കുന്നു. ഓക്കെ. പത്തനംതിട്ട ഉണ്ടോ? പത്തനംതിട്ട. ഓക്കെ. ആലപ്പുഴ. ഓക്കെ. അവസാനം ചോദിക്കുന്നല്ലേ നല്ലത് അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ആയിരിക്കില്ലേ? എന്നാ ശരി, നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ച സ്ഥിതിക്ക് കോട്ടയം അവിടെ, എറണാകുളം, കൊച്ചി. സത്യം തീരുമാനിക്കും. എവിടെ മാറും? തിരുവനന്തപുരം നോക്കി കൈവെക്കും. ഓക്കെ. തൃശ്ശൂരുണ്ടോ? നിങ്ങൾ തൃശ്ശൂരാണോ? അടിപൊളി. ഭാര്യ തൃശ്ശൂർ. അപ്പോ കോഴിക്കോടുണ്ടോ? കോഴിക്കോടുണ്ടോ? ആഹാ, കോഴിക്കോട് വെൽക്കം. മലപ്പുറം ഉണ്ടോ അവിടെ? ആഹാ, ഓക്കെ. കണ്ണൂരുണ്ടോ? കണ്ണൂര്. കണ്ണൂർക്കാർ. പാലക്കാടുണ്ടോ അവിടെ? നിങ്ങൾ രണ്ടുപേരാണ് ഒരു വാട്സാപ്പിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കൂടെ സംസാരിക്കും. വയനാടുണ്ടോ ഇവിടെ? എടാ, നിങ്ങളാണ് നേരത്തെ ആലപ്പുഴയ്ക്ക് വെള്ളം ഉണ്ടാക്കിയത്. ഓക്കെ. കാസർഗോഡുണ്ടോ ഇവിടെ? ഞാൻ ഏതായാലും മിസ് ചെയ്തോ? ഒരെണ്ണം മിസ് ചെയ്തല്ലേ? ഇടുക്കി ഉണ്ടോ ഇവിടെ? ഓക്കെ, അത് ഇടുക്കി. അപ്പൊ ഇനി നമുക്ക് വച്ച് താമസിപ്പിക്കാതെ നമ്മുടെ അടുത്ത ഒരു സംഭവത്തിലേക്ക് കടക്കാൻ പോവാണ്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കുക്കറി ഷോ ഇവിടെ നടത്തിയിരുന്നു. കേര ഒരു ആദ്യമായി ഡബ്ലിനിൽ അയർലൻഡിൽ നടക്കുന്ന ഈ ഒരു സെലിബ്രിറ്റി വേഴ്സസ് ഹോം ഗ്രൗണ്ട് ഫുട്ബോൾ മാച്ചിൽ ഏത് ടീം ആയിരിക്കും വിജയിക്കുക? Who do you think? ആയിരിക്കും കടലേഴും താണ്ടി ചെന്നാൽ നിറയും കനവിൻ കയ്യിൽ അയ്യമത്തി ചൂരലായി താങ്ക് യു. നമസ്കാരം.
സാധാരണ എൻ്റെ പ്രോഗ്രാം കഴിയുമ്പോഴാണ് ഇങ്ങനെ പോവാറുള്ളത്. താങ്ക് യു, ഒരുപാട് സന്തോഷമുണ്ട്. അയർലൻഡിലേക്ക് ഒരു ചെറിയ പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാണ് അലക്സേട്ടൻ വിളിച്ചത്. പക്ഷെ ഇത് വമ്പൻ പരിപാടി കേട്ടോ. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലായത്. അത് മാത്രമല്ല, ഞങ്ങൾ എംബസിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ തോന്നിയ ഒരാളുണ്ട്. ഒരു അഭിനേതാവാണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനായും തിരക്കഥാകൃത്തായും ഹിറ്റുകൾ സൃഷ്ടിച്ച, നമുക്ക് എല്ലാവർക്കും അറിയാം, പെൺകുട്ടികൾക്ക് പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആവേശമായിരുന്നു. ഹൃതിക് പാടിക്കഴിഞ്ഞാൽ ഇവരെ പിരിച്ചുവിടാൻ പറ്റും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോകാനും പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. വേണ്ട, ഒരുമിച്ച് പാടണോ? നിങ്ങൾ പാടരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. റെഡിയല്ലേ? M50 ഏതാണ് പാട്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. M50 ആയതുകൊണ്ട് കൂടാന്ന് പറഞ്ഞതേ ഉള്ളൂ. വളരെ സന്തോഷമുണ്ട്. Thank you, RJ Mehtan. Thank you, Jay. Featuring M50.